നമ്മൾ എല്ലാവരും ഏതോ ഒരു ഡയറക്ഷനിലോട്ടാണ്. നമുക്ക് എല്ലാവർക്കും സ്വപ്നമുണ്ട് മനസ്സിൽ. നാളെ ഇങ്ങനെയായി മാറണം, അല്ലെങ്കിൽ അടുത്ത 5 വർഷം കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയായി മാറണം. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കണം. ഞാൻ ആഗ്രഹിച്ചത് ഇന്ത്യൻ ടീമിൽ കയറണമെന്ന് മാത്രമല്ല, ഇന്ത്യൻ ടീമിനെ വേൾഡ് കപ്പ് ജയിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ആ ഒരു സമയത്ത് നമുക്കൊരിക്കലും നമ്മൾ കേരളത്തിൽ നിന്നാണ്, ട്രിവാൻഡ്രത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിക്കാൻ ഒരു ലിമിറ്റ് വേണം എന്നുള്ളൊരു ചിന്ത നമ്മൾ മനസ്സിൽ നിന്ന് എടുത്ത് കളയണം. നമ്മുടെ മനസ്സിൽ ഏറ്റവും വലിയ ഡ്രീം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതിൽ എത്തിപ്പെടും എന്നുള്ളൊരു മനസ്സിലൊരു ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനത്തെ ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പായിട്ടും അത് പറയുന്നു. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് സോറി കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ അല്ലേ? ശ്രീജിത്ത് സാറിൻ്റെ സ്പീച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇന്ന് എല്ലാവർക്കും പെട്ടെന്ന് പോകേണ്ടി വരുമെന്ന് തോന്നി. അതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് പെട്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങണമെന്നാണ് തോന്നിയത്. സ്റ്റേജിൽ കയറിയപ്പോൾ വികാരം കൂടിപ്പോയി. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ഡ്രീംസിലോട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുറേ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും സ്നേഹിക്കുന്നതും ഉറപ്പായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മൾ കുറേ പേര് നമ്മളെ പറ്റൂല എന്ന് പറയും, കുറേ പേര് നമ്മളെ എതിർക്കും. ആ എതിർക്കുന്ന ശക്തിയാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതെല്ലാവരും ഒന്ന് മനസ്സിൽ ഓർത്ത് വയ്ക്കണം. ഇല്ല, അത് നമ്മളെ എതിർക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വാക്കുകളിലൂടെ അല്ല കാണിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ നമ്മുടെ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുക, നമ്മൾ ഗ്രൗണ്ടിൽ കിട്ടുന്ന അവസരങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുക. അതാണ് ഏറ്റവും വലിയ മറുപടി. അപ്പോൾ അത് ദൈവം സഹായിച്ച് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അപ്പോൾ വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ സച്ച് എ ബ്യൂട്ടിഫുൾ ഈവനിങ്. താങ്ക് യു. പിന്നെ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന എൻ്റെ സ്വന്തം നാട്ടുകാർക്ക് എൻ്റെ നമസ്കാരം. കുറച്ച് ദിവസങ്ങളായിട്ട് എന്തോ സ്വപ്നത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് എൻ്റെ. കുറേ വർഷങ്ങളായിട്ട് വിചാരിച്ചൊരു സ്വപ്നം നടക്കുമ്പോൾ ഉണ്ടാവുന്നൊരു ഫീൽ എന്താന്ന് ആദ്യമായിട്ടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോഴും ഇങ്ങനത്തെ ഒരു പരിപാടികളൊക്കെ നടക്കുമ്പോഴും അകത്ത് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ശരിക്കും നടക്കുന്നുണ്ടല്ലോ അല്ലേ എന്ന്. അപ്പോൾ അത്രയും സന്തോഷമാണ് എൻ്റെ മനസ്സിൽ. പക്ഷെ അത് നാട്ടിൽ വന്നപ്പോൾ നിങ്ങളെല്ലാവരും ആ സന്തോഷത്തിൽ എൻ്റെ കൂടെ ഉണ്ടെന്നറിയുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ഒരു ഇമോഷണലായി പോകുന്നത്. ഉറപ്പായിട്ടും ക്രിക്കറ്റ് നമുക്ക് പെർഫോം ചെയ്യാം, കളി ജയിപ്പിക്കാം, റണ്ണടിക്കാം. പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ 1.5-2 മാസത്തിൽ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഞാൻ നേടിയ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം നാട്ടുകാരുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ അതിനാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. നമ്മൾ മാച്ചൊക്കെ കളിക്കാൻ പോകുമ്പോഴും എനിക്ക് കുറേ മെസ്സേജസും പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. കാരണം അത് അത്രയും വലിയൊരു അച്ചീവ്മെൻ്റാണ്. അത് പെട്ടെന്ന് അങ്ങനെ ഉണ്ടാവത്തില്ല. അങ്ങനെ ഒരു സ്റ്റേജിൽ എത്തിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇന്ന് ട്രിവാൻഡ്രത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ കുറേ റെസ്പെക്റ്റഡ് സാറുമാരെ ഞാൻ കാണുന്നുണ്ട്. എൻ്റെ ചെറിയ 10ാം വയസ്സിൽ ഞാൻ ആദ്യമായിട്ട് തൈക്കാട് ഓഫീസിൽ വന്നപ്പോഴാണ് ഞാൻ KCA സിസ്റ്റത്തിൽ ഇൻക്ലൂഡഡ് ആയത്. അപ്പോൾ അന്ന് മുതൽ ഉള്ള ഫെസിലിറ്റീസ് അന്ന് കുറച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കൊരു വെള്ളായണി സ്റ്റേഡിയം ഉണ്ടായിരുന്നു, അഗ്രികൾച്ചർ ഗ്രൗണ്ടിൽ LNCPയിൽ മാച്ച് കളിക്കായിരുന്നു. പിന്നെ ഞാൻ കളിച്ച് വളർന്ന മെഡിക്കൽ കോളേജ് നമ്മുടെ ബിജു സാറിൻ്റെ അക്കാഡമി ആയിരുന്നു. പക്ഷേ ഇന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തന്നെ നമുക്ക് ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയവും 2 ഡൊമസ്റ്റിക് സ്റ്റേഡിയവും ഇത്രയും വലിയ ഫെസിലിറ്റീസ് ഉള്ളൊരു എന്താ പറയല്ലേ, കുറച്ച് മാറിപ്പോയി കാരണം നമ്മുടെ ഇവിടെ കുറേ കൊച്ചു കുട്ടികളെ കാണുന്നുണ്ട്, കുറേ ടീനേജേഴ്സ് ഉണ്ട്, കുറേ എൻ്റെ വയസ്സിലുള്ള കുറേ ആൾക്കാരുണ്ട്.